അല്ല, അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ടൊരു അവർ 132 എന്തോ സേവന കേന്ദ്രങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പരമാവധി അതുകൊണ്ടാണ് അവർ ഈ പിന്നെ അവർ ഞങ്ങളുടെ അഭ്യർത്ഥന വെച്ചത് രാവിലെ 6 മണിക്ക് ഒന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരിതൊരു പെർമിഷൻ തന്നിട്ടില്ല. ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ. അത് ശരിയാണ്, ആ പോയിന്റ് കറക്റ്റാണ്. പക്ഷേ എങ്കിലും നമ്മൾ അവരാണ് ഒരു പെർമിഷൻ തരേണ്ടത്. 6 മണിക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അനുവദിച്ച് തന്നേക്കും. നമ്മൾ കൗണ്ടർ വെച്ചാൽ 2 മിനിറ്റ് എടുക്കും. 2 മിനിറ്റ്, ഒരാൾക്ക് 2 മിനിറ്റ്, ഒരാൾക്ക് 2 മിനിറ്റ് എന്നുള്ള മട്ടിലാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കുന്നു, നമ്പർ മാത്രം അടിച്ചാൽ മതി. അവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം 7 കൗണ്ടറുകളുണ്ട് പമ്പയിൽ മാത്രം. മറ്റു സ്ഥലങ്ങളിൽ കുറച്ച് മതിയല്ലോ, അവിടെ കുറച്ചല്ലേ വരുവാണ്. എന്തോ തത്സമയം അതെ ചെയ്തു എങ്കിലല്ലേ അതിലൊരു ആധികാരികതമായി വരുള്ളൂ. പമ്പയിൽ നമുക്ക് ആലോചിക്കുന്നുണ്ടോ? നമുക്ക് ആലോചിച്ചിട്ടില്ല. ഏതാണ്? ഞങ്ങൾക്കൊരു ആധാർ നമ്പർ, അതിന്റെ കൃത്യമായ ആധാർ നമ്പർ വേണം നമുക്ക്, അത് വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഈ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഒരു സോപാനത്ത് 18-ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇപ്പം വലിയ ഡെൻസിറ്റി ഫോണുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി പോക്കറ്റ് ഇട്ടിട്ട് നേരിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു, നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അത് പാടില്ല എന്നുള്ളതാണ്, ആചാരവിരുദ്ധമാണത്. അതുകൊണ്ട് തന്നെ അത് ഈ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യണം. നമുക്ക് പിടിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കാനുള്ളൊരു അത് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ളൊരു പ്രചാരം വാർത്താമാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അറിയിക്കുന്നു, ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ബോർഡ് വയ്ക്കും, പിന്നെ മൈക്ക് അനൗൺസ്മെന്റ് അതെല്ലാം അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ അതിലുണ്ട്, വെർച്വൽ ക്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തോ വിഗ്രഹത്തിന്റെ നമ്മൾ ഈ ഫോണിൽ കൂടി ഇപ്പം വീഡിയോ അല്ലല്ലോ കാണിക്കുന്നത്, ഈ ഫോണിലൊക്കെ ഇട്ടിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യല്ലേ. ആധുനിക സാങ്കേതിക സംവിധാനത്തിന്റെ കാലമല്ലേ. അപ്പോൾ അത് ആചാരവിരുദ്ധമാണ് എന്നുള്ളതാണ് ദേവപ്രശ്നം മാത്രമല്ല തന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത് പാടില്ല, അത് ചെയ്യരുത്. 18-ാം പടിക്ക് മുകളിൽ 18-ാം പടിക്ക് മുകളിൽ 18 പടി കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ 18-ാം പടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഫ്ലൈഓവറൊക്കെ അതിന്റെ ഭാഗമായി തന്നെ വരും. പിന്നെ അങ്ങ് മാളികപ്പുറം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ, മാളികപ്പുറം ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ആ സമയത്താണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പമ്പ പുണ്യം പൂങ്കാവനമാണല്ലോ. അപ്പൊ അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പൊ സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ, നമ്മുടെ പ്രീസ്റ്റ് കണ്ഠര് രാജീവരുടെ ഒരു എഴുതപ്പെട്ട നിർദ്ദേശം തന്നെ കിട്ടിയിട്ടുണ്ട്. മുൻകെട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്, പിൻകെട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്, അവിടെ കൊണ്ടുവരേണ്ട അനിവാര്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളത് പത്രമാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം. ഞങ്ങളുടെ എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ്, മറ്റ് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും നമ്മൾ കത്തയച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകളോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, മറ്റ് സ്വകാര്യ ക്ഷേത്രങ്ങളിലെ അവരോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പരമാവധി പ്ലാസ്റ്റിക്കുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഒരു വലിയ അനാചാരം പുണ്യനദി പമ്പയെ മാലിന്യപ്പെടുത്തുന്നതാണ്. ഈ വസ്ത്രം ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അത് കാരണം അതിനുശേഷം അങ്ങോട്ടേക്ക് വരുന്ന പിന്നെ ജലപദ്ധതികളുണ്ട്, ജലസേചന പദ്ധതികളുണ്ട്, അതൊക്കെ ഇത് ഈ ബാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും അതും ഒഴിവാക്കണമെന്ന് നമ്മൾ നല്ല ക്യാമ്പയിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട് ഇത്തരം വകുപ്പ് മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും നമ്മൾ ആൾറെഡി കത്തയച്ചു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയ സംവിധാനങ്ങൾ, പാലിക്കേണ്ട കാര്യങ്ങൾ അത് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കത്ത് ആൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ അയച്ചു കഴിഞ്ഞു.